ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മാർക്കറ്റ് രാവിലെ നമ്മൾ വോയിസ് ഇട്ടപ്പം പറഞ്ഞിരുന്നു മാർക്കറ്റ് ഏകദേശം ചെറിയൊരു ഗ്യാപ്പ് ഡൗണിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് അല്ലേ. ചെറിയൊരു 40 പോയിൻറ്റിനടുത്തുകൊണ്ട് ഗ്യാപ്പ് ഡൗണിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. മാർക്കറ്റ് ഇന്നലെ ഈ റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത്. അതിനുശേഷം 40 പോയിൻറ്റ് താഴെ 637 മാർക്കറ്റ് പ്രീ ഓപ്പൺ ചെയ്തത്. ഇതാണ് ഈ ഡോട്ടഡ് ലൈനാണിത്. അപ്പോൾ ഞാൻ ഇത് കണ്ടപ്പം ആക്ച്വലി നമ്മൾ പലരും പ്രീ മാർക്കറ്റുകളിൽ പറയുന്നത് 100 പോയിൻറ്റ് ഗ്യാപ്പ് ഡൗൺ ഉണ്ടാകും എന്നൊക്കെയാണ് പറഞ്ഞത്. എനിവേ എന്തായാലും 40 പോയിൻറ്റ് മാത്രമേ ഗ്യാപ്പ് ഡൗൺ ഉള്ളായിരുന്നു. പക്ഷേങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി അതിനൊക്കെ കൂടുതൽ ഇൻഡിക്കേഷനാണ് കാണിച്ചത്. എനിവേ ഞാൻ പറഞ്ഞിരുന്നു മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒന്ന് താഴോട്ട് ഇറങ്ങി വന്നതിന് ശേഷം മാത്രമേ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകത്തുള്ളൂ, ഒരു നീക്കം ഉണ്ടാകത്തുള്ളൂ. നിങ്ങൾ 15 മിനിറ്റ് വെയിറ്റ് ചെയ്യണം നിങ്ങളോട് ഞാൻ പറഞ്ഞായിരുന്നു. ഓർമ്മയുണ്ടോ? എത്ര പേർക്ക് ഓർമ്മയുണ്ട്? മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 15 മിനിറ്റ് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ട്രേഡിനെ പറ്റി ചിന്തിക്കാമെന്ന് പറഞ്ഞു. കൃത്യമായിട്ട് നോക്കിക്കേ, മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, നേരെ താഴെ പോകുന്ന ഏകദേശം ഇവിടുന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 650, 575, ഏകദേശം ഒരു 75-80 പോയിൻറ്റോളം മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വന്ന് 15-ാമത്തെ മിനിറ്റ് 5, 10, 15 15-ാമത്തെ മിനിറ്റിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോമായി അല്ലേ. ഗ്രീൻ ക്യാൻഡിൽ ഫോമായി. പ്രൈസ് ആക്ഷൻ പഠിച്ചവർക്കറിയാം നമുക്ക് എങ്ങനെയാണ് ഒരു കൺഫർമേഷൻ നമ്മൾ എടുക്കുന്നത്. പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഒരു 50% എങ്കിലും മാർക്കറ്റ് ഒരു ഗ്രീൻ ക്യാൻഡിൽ വീണാൽ നമുക്ക് അവിടുന്ന് ഒരു ട്രേഡ് നോക്കാം. സ്റ്റോപ്പ് ലോസ് അതിൻ്റെ ബോട്ടം വെച്ചോണ്ട് അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബോട്ടം സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ട്രേഡ് പരീക്ഷിക്കാം. അങ്ങനെ പരീക്ഷിച്ചവർക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടി കാണും. ഞാൻ ആരും നിർബന്ധിക്കുന്നില്ല ഇതിങ്ങനെ അങ്ങ് ചെയ്യണമെന്നൊക്കെ. പക്ഷെങ്കിൽ സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിലും പ്രൈസ് ആക്ഷൻ സീരീസ് കണ്ടവർക്കാണെങ്കിലും ഇവിടെ ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. നിങ്ങൾ എടുത്തോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ഞാൻ കാര്യം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഓക്കെ, മാർക്കറ്റ് അതിന് ശേഷം നല്ല രീതിയിൽ റാലി പോയി മേലോട്ട് ഒരു 100 പോയിൻറ്റിന് മേളിൽ 575 to 716, 575, 675, 150 പോയിൻറ്റുള്ള മാർക്കറ്റ് ഇവിടം വരെ മൂവ് ചെയ്തു. ഈ ബോട്ടത്തിൽ നിന്ന് ഈ ലോയിൽ നിന്ന് 150 പോയിൻറ്റ് മാർക്കറ്റ് മൂവ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ബ്രേക്കൗട്ടൊക്കെ നൽകുമെന്ന് തോന്നിപ്പിച്ചു. ഇത് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളത്. പല പ്രാവശ്യം ബ്രേക്കൗട്ട് നൽകുമെന്ന് തോന്നിപ്പിച്ചതിന് ശേഷം മാർക്കറ്റ് അവിടെ നിന്ന് പൊട്ടുക ഒരു സ്ഥിരം പരിപാടിയായിട്ട് മാറിയേക്കാണ് ഇതിപ്പോൾ. അപ്പോൾ നമ്മുടെ ലെവലിൽ വന്ന് 657 വന്ന് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാൻ ശ്രമിച്ചു, പറ്റിയില്ല. നേരെ തിരിച്ച് താഴെ വന്ന് വീണ്ടും നമ്മുടെ ഓപ്പണിംഗ് റേഞ്ച് വന്ന് ടെസ്റ്റ് ചെയ്തു അല്ലേ. അതിനുശേഷം അവിടുന്ന് വീണ്ടും റിജക്റ്റ് ചെയ്ത് മാർക്കറ്റ് മോളിൽ പോയി. ഇത് മോളിൽ പോയപ്പോൾ ഞാനിവിടെ ഒരു വര വരച്ചിട്ടിരുന്നു, ഒരു ഡോട്ടഡ് ലൈൻ. ഇതൊരു ടെമ്പററി, ഞാൻ പറഞ്ഞു ഇതൊരു ടെമ്പററി ഒരു റെസൻസ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ടെമ്പററി റെസൻസ് ആണ്. ഇവിടെ എന്ത് സംഭവിക്കുന്നു നോക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷം മാർക്കറ്റ് അവിടെ തട്ടി നേരെ എന്ത് ചെയ്തു, അവസാനം എക്സ്പയറി ആയിരുന്നു. അവസാനം മാർക്കറ്റ് അവിടെ തട്ടി നേരെ തിരിച്ച് താഴെ വന്നു. നമ്മുടെ ഈ പറയുന്ന 25,687 എന്ന് പറയുന്ന റെസൻസിൽ ഒന്ന് തട്ടി അവിടെ നിന്നു മാർക്കറ്റ്. ഇന്നലെ എവിടെയാണോ മാർക്കറ്റ് ക്ലോസ് ചെയ്തത് ആ ഏരിയയിൽ തന്നെയാണ് മാർക്കറ്റ് ഇന്ന് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അതിനേക്കാൾ ഒരു സ്ലൈറ്റ് എത്രയാണ് 42 പോയിൻറ്റ് അപ്സൈഡിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഇപ്പം ഇനിയും പറയാൻ പോകുന്ന സിനാരിയോയിൽ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇന്നിനും കൂടുതൽ പറയാനില്ല. മാർക്കറ്റിൽ ഇന്ന് US മാർക്കറ്റ് അവധിയാണ്. ഇന്ന് മാർക്കറ്റിനെ നയിക്കാൻ പോകുന്നത് ന്യൂസുകളാണ്. ഇന്ന് രാത്രിയിൽ US മാർക്കറ്റും നാളെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റും നയിക്കാൻ പോകുന്നത് ന്യൂസുകളാണ്. കാരണം ഇന്ന് സ്വിറ്റ്സർലാൻഡിൽ വെച്ച് ഇറാനും US തമ്മിലുള്ള അനുരഞ്ജന ചർച്ച നടക്കുന്നുണ്ട്. ആ ചർച്ചയ്ക്കകത്തിൽ എന്താണ് ഉരുത്തിരിയുന്നത് അതിനനുസരിച്ചായിരിക്കും ഇന്ന് രാത്രിയിൽ വൈകുന്നേരം മാർക്കറ്റിൻ്റെ ഗതിവിഗതികൾ. ഓക്കെ, അതുകൊണ്ട് വേറെ മറ്റു കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യത്തില്ല. ലെവലുകളൊക്കെ ഉണ്ട് നമുക്ക്. പക്ഷേ മാർക്കറ്റിൻ്റെ ഒരു ഗതി നമുക്ക് പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം വരുന്ന ന്യൂസിനെ ആശ്രയിച്ചിരിക്കുന്ന മാർക്കറ്റിൻ്റെ ഗതി. അപ്പം നാളെ ഒരു പോസിറ്റീവ് ന്യൂസാണ് വരുന്നതെങ്കിൽ നമുക്ക് 817 കടന്ന് 902 26.0 വരുന്നതൊക്കെ കാണാൻ പറ്റും. നമ്മുടെ ലെവലുണ്ടല്ലോ 26.0 വരുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇത് വേണ്ട, ഈ ലൈൻ ഇനി ഇല്ല കേട്ടോ. ഓക്കെ, 26.0 വരുന്നത് കാണാൻ പറ്റും പോസിറ്റീവ് ന്യൂസ് ആണെന്നുണ്ടെങ്കിൽ. ഇല്ല, നെഗറ്റീവ് ന്യൂസ് ആണെന്നുണ്ടെങ്കിൽ, ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 25,500 ആയിരിക്കും നമ്മുടെ സപ്പോർട്ട്. രണ്ട് കാര്യമേ ഉള്ളൂ നമുക്ക് പറയാൻ. ഓക്കെ, മാർക്കറ്റ് ഇപ്പോൾ ഈ റേഞ്ചിനകത്ത് 25,817 687 ഫ്ലാറ്റായിട്ട് വല്ല ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൻ്റെ ഗതി നോക്കുക. ഏത് സൈഡിലോട്ട് ബ്രേക്ക് ചെയ്യുന്നോ ആ സൈഡിലോട്ടായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുക. ഓക്കെ, അല്ല ഗ്യാപ്പ് ഡൗണിലാണെന്നുണ്ടെങ്കിൽ ഇത് 25,500 ആയിരിക്കും കട്ട സപ്പോർട്ട്. അല്ല ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല 902 26.0 വരുന്നതൊക്കെ നമുക്ക് കാണേണ്ടി വരും. വേറെ കൂടുതലൊന്നും പറയാനില്ല. കാരണം ഓൾറെഡി നമുക്ക് ഇതെല്ലാം എന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ്. നിങ്ങൾക്ക് സ്ഥിരമായിട്ട് തന്നെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം. അതിൻ്റെ ഇടയിൽ വേറെ കാര്യം പറയാനുള്ളത്, പലരും ചോദിക്കും സാറേ ഗ്രൂപ്പിൽ എങ്ങനെയാണ് ചേരുന്നത്. ഗ്രൂപ്പിൽ ചേരണമെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നതാണെങ്കിൽ ഗ്രൂപ്പിൽ ചേരാനുള്ള മാർഗ്ഗം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ. നിങ്ങൾ സ്ഥിരമായിട്ട് വീഡിയോ കാണാത്തതുകൊണ്ടല്ലേ അത് അല്ലേ.
അപ്പോൾ പോട്ടെ, അത് മാത്രമല്ല ഗ്രൂപ്പ് ഫുള്ളാണ്, ഇതിനകത്തിൽ ആളെ കയറി സ്ഥലമില്ല. ഇനി കുറച്ച് ആൾക്കാർ പോകാനുണ്ട്, അവർ പോകുമ്പോൾ ആ ഗ്യാപ്പിൽ നമുക്ക് നോക്കാം. ഓക്കെ, ഇതിനിടെ ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി കൃത്യമായിട്ട് നമ്മുടെ സൂപ്പർ ഡ്യൂപ്പർ റെസിസ്റ്റൻസ് വന്ന് ഇത് നമ്മുടെ നിഫ്റ്റിയിലേക്ക് കൂടെ തന്നെ ബ്രേക്ക് ചെയ്തു, വീണ്ടും തിരിച്ച് വന്ന് സപ്പോർട്ട് എടുത്ത് റീടെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് കുറച്ച് മേലോട്ട് പോയി. അവിടെയും ഈ പറഞ്ഞ പോലൊരു ടെമ്പററി റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, അവിടെ തട്ടി അവിടെ ആടി കളിച്ച് നിൽക്കുകയാണ്. ഇവിടെ പ്രത്യേകിച്ച് വലിയ മൂവ്മെൻറ്റുകളൊന്നും നടന്നില്ല. ഇന്നലത്തെ ബാക്കി പത്രമായിട്ട്, ഇന്നലെ 700 പോയിൻറ്റ് മൂവ് ചെയ്തായിരുന്നു, അതിൻ്റെ ബാക്കി പത്രമായിട്ടാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റി മൂവ് ചെയ്തത്. അപ്പം ഇന്ന് ബാങ്ക് നിഫ്റ്റി മൂവ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ HDFC നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റായിരുന്നു അല്ലേ, വെരി ഫ്ലാറ്റായിട്ടാണ് സീറോ കണ്ടോ, വെരി ഫ്ലാറ്റായിട്ടാണ് മാർക്കറ്റ് നിന്നത്. അതുകൊണ്ട് അത് മാത്രമല്ല പിന്നെ ബാക്കി ആരും സപ്പോർട്ടും ചെയ്തില്ല. അപ്പോൾ ഇങ്ങനെ SBI മാത്രമാണ് ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിന്നത്. ഓക്കെ, നിഫ്റ്റിക്ക് ഇന്ന് നല്ല മൂവ്മെൻറ്റ് കിട്ടിയതിന് ഇൻഫി രാവിലെ ഒന്ന് പച്ച പിടിച്ച് വന്നതാണ്, പച്ച പിടിച്ച് വന്ന് ഒരു 50-60 പോയിൻറ്റോളം മാർക്ക് കയറി ഒരു 4% ഇൻഫി കയറിയതാണ്. പക്ഷേങ്കിൽ ലാസ്റ്റ് മൊമെൻറ്റിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്ന് വീണ്ടും തദൈവമായി. എങ്കിലും നമുക്കൊരു ബൈ മൊമെൻറ്റം ആക്റ്റീവായിട്ടുണ്ട് ഇൻഫിക്കകത്തിൽ. അപ്പോൾ IT സെക്ടറിൽ ഒരു ബൈ മൊമെൻറ്റം ആക്റ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഫർദറായിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും ഇൻഫി TCSും ഒക്കെ ഒരു ബൈ മൊമെൻറ്റത്തിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിഫ്റ്റി മുകളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും വരും ദിവസങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ അടുത്ത് നമുക്ക് പറയാനുള്ളത് മിഡ് ക്യാപ്പ് റിലയൻസിനെ എടുത്തേക്ക്. റിലയൻസ് ഇന്നലെ കയറി കയറി അത്രയും എന്ത് ചെയ്തു, ഇന്ന് വീണു. അപ്പോൾ ഈ ആരും അങ്ങോട്ട് ശക്തരല്ല, മാർക്കറ്റിന് മൂവ് ചെയ്യത്തക്ക രീതിയിൽ ആരും ശക്തരായിട്ടല്ല ആക്ട് ചെയ്തത്, അതാണ് പ്രശ്നം. ഓക്കെ, അപ്പോൾ നമുക്ക് മിഡ് ക്യാപ്പ് കൂടെ നോക്കിയേക്കാം. കാരണം ഇന്ന് കൂടുതൽ സംസാരിക്കാനൊന്നുമില്ല. ഇന്ന് മാർക്കറ്റിനെ നയിക്കാം. നമ്മൾ വെറുതെ ചുമ്മാതെ സമയം കളയാൻ വേണ്ടി വീഡിയോ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം വേണം ഈ വീഡിയോ ഉണ്ട്, അല്ല ചുമ്മാ 10-15 മിനിറ്റ് എന്തെങ്കിലും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? വേണേൽ വലിച്ചു കിട്ടാൻ എനിക്ക് അതിൻ്റെ കാര്യമില്ല. കാരണം ഇന്ന് നമ്മൾ പറയുന്ന ഒന്നും ആയിരിക്കത്തില്ല രാത്രി സംഭവിക്കുന്നത്. അപ്പോൾ രാത്രി സംഭവിക്കുന്നത് എന്താണ്, ആ മീറ്റിങ്ങിൻ്റെ റിസൾട്ട് എന്താണോ അതിനനുസരിച്ചായിരിക്കും മാർക്കറ്റിൽ ഇന്ന് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ വേറെ കൂടുതൽ ഡയലോഗ് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ പറയാം, അല്ലെങ്കിൽ രാവിലെ നമുക്ക് ഗ്രൂപ്പിൽ വോയിസ് ആയിട്ട് വരുമ്പോൾ നമുക്ക് കാര്യം കറക്റ്റ് മനസ്സിലാവും, അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് അപ്ഡേറ്റ് ചെയ്തേക്കാം ഗ്രൂപ്പിൽ. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് മിഡ് ക്യാപ്പാണ് നോക്കേണ്ടത്. മിഡ് ക്യാപ്പിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ മിഡ് ക്യാപ്പും ഇന്ന് ശോകമായിരുന്നു. ശോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഹെവി വെയിറ്റേജ് സ്റ്റോക്കുകളെല്ലാം എന്ത് ചെയ്തു, BSE ഇന്നും നെഗറ്റീവായിരുന്നു, 62 പോയിൻറ്റ്. ഹീറോ മോട്ടോകോപ്പ് രാവിലെ ഒന്ന് മുകളിലോട്ട് പോയി, പിന്നൊന്ന് വീണു, പിന്നെ ഒന്ന് മേലോട്ട് പോയി. അത്യാവശ്യം ഒന്ന് പിടിച്ചു നിൽക്കാൻ ഹീറോ മോട്ടോകോപ്പ് സഹായിച്ചതിനാണ് ഈ മിഡ് ക്യാപ്പ് ഒന്ന് പിടിച്ചു നിന്നത്. എത്ര പോയിൻ്റാണ് മിഡ് ക്യാപ്പ്? 22 പോയിൻറ്റ്. പോസിറ്റീവ് നിന്നത് മിഡ് ക്യാപ്പിൻ്റെ ഹീറോ മോട്ടോകോപ്പിൻ്റെ ധൈര്യം ഇത് ബലം കൊണ്ടാണ്. കാരണം BSE നെഗറ്റീവ് ആയിരുന്നു. ആ നെഗറ്റീവ്സത്തെ ഹീറോ മോട്ടോകോപ്പാണ് തരണം ചെയ്തത്. ബാക്കി എല്ലാവരും ന്യൂട്രൽ സ്റ്റേജ് ആയിരുന്നു. അതുകൊണ്ടാണ് മിഡ് ക്യാപ്പ് ഇന്ന് മൂവ് ചെയ്യാതെ ഇവിടെ തന്നെ കിടന്ന് കളിച്ചത്. അപ്പോൾ അടുത്ത ദിവസം മാർക്കറ്റിൽ എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. കാരണം കൃത്യമായി നമ്മുടെ റെസിസ്റ്റൻസ് തട്ടി നേരെ തിരിച്ച് ഇതിനകത്ത് വന്ന് നിൽക്കുകയാണ്, ഈ റേഞ്ചിനകത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ റേഞ്ച് എങ്ങോട്ടെങ്കിലും ഒന്ന് ബ്രേക്ക് ചെയ്യണം. അപ്പം ഇത് ഞാൻ പറഞ്ഞാൽ ഇതിനെപ്പറ്റി ഇപ്പോൾ ഒന്നും സംസാരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ പറഞ്ഞ് വെറുതെ ഫൂളിഷ്നെസ്സാണ് പറയുന്നത്, നമ്മൾ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കാരണം ഈ ന്യൂസുകളായിരിക്കും നാളെ മാർക്കറ്റിനെ നയിക്കുന്നത്. അപ്പോൾ ഇന്ന് രാത്രി വരുന്ന ന്യൂസിനെ ബേസ് ചെയ്തായിരിക്കും നാളത്തെ മാർക്കറ്റിൻ്റെ ഗതിവിഗതികൾ. അപ്പോൾ അതിനെപ്പറ്റി അല്ല വേറെ കൂടുതലും സംസാരിച്ചിരുന്ന യാതൊരു കാര്യമില്ല. അപ്പം നാളെ കൂടുതലൊന്നും പറയാനില്ലെന്നേ, നമ്മൾ 8 മിനിറ്റ് ആയതേ ഉള്ളൂ. പക്ഷേ നമുക്ക് വെറുതെ വീഡിയോ വലിച്ച് കിട്ടിയ കാര്യമില്ലല്ലോ. അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ പറയാം, അല്ലെങ്കിൽ നാളെ രാവിലെ വോയിസ് ഇടുമ്പോൾ വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ, താങ്ക് യു ഓൾ.